ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്നൊരു സ്ട്രോബെറി വെച്ചിട്ടുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോർമൽ സ്ട്രോബെറി ഷെയ്ക്ക് അല്ല, സ്ട്രോബെറിയും അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ ജെല്ലിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു കിഡിലൻ ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്ട്രോബെറി ഷെയ്ക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ജെല്ലി പൗഡറാണ്. ജെല്ലി പൗഡർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കാനുള്ള ജെല്ലി പൗഡറാണ്. പിന്നെ ഷുഗർ നമുക്ക് ആവശ്യത്തിന് എത്രയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ പാല്, നല്ല കട്ട പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ട്രോബെറി, ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ ജെല്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ ഞാൻ ആ ജെല്ലി പൗഡർ കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്കതിലേക്ക് ഒരു 500 ml വെള്ളം, നല്ല ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതേ നമ്മളെ പുഡിംഗ് ട്രേയിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 1 hour അത്രയും മതി. അപ്പോൾ അതിനുള്ളിൽ ഇത് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ 1 hourന് ശേഷം നോക്കാം. അപ്പോൾ 1 hour കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ജെല്ലി ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതേ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നീളനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നല്ല സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫുള്ളും ഇല്ല, ഒരു ഹാഫ് പോർഷനേ ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇനി ഇതേ ഇങ്ങനെയും കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ മുഴുവൻ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ മാറ്റുമ്പോൾ ഇത് കണ്ടോ, ശരിക്കും നമ്മുടെ ജെല്ലി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാം, മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഷെയ്ക്കിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇതെല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആദ്യം നമ്മുടെ സ്ട്രോബെറി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 or 3, ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു 3 or 4 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ പാല്, കട്ട ആയിട്ടുള്ള ആ പാല് ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. അപ്പം നമ്മുടെ ഷെയ്ക്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ ഐസ്ക്രീം യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാനില ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിലേക്ക് നമ്മുടെ ജെല്ലിയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു കാൽ ഭാഗത്തോളം നമ്മൾ ജെല്ലി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ജെല്ലി ഞാനിങ്ങനെ സ്പൂൺ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷെയ്ക്ക് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒരു 1/2 ഭാഗത്തോളമാണ് ഞാൻ ആ ഒരു ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി ജെല്ലി ഇട്ടിട്ട് അങ്ങനെ ഒരു ലെയർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു സപ്പോർട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും ജെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സെക്കൻഡ് ലെയർ പോലെ. ഇപ്രാവശ്യം ഞാൻ അധികം ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഒന്നും കൂടി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ജ്യൂസും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് ജെല്ലി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ സ്ട്രോബെറി തന്നെ കട്ട് ചെയ്ത് വെക്കാം, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജെല്ലി തന്നെയാണ് അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഇതിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഇടയിൽ നിന്ന് ആ ജെല്ലിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് കുടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇടയിൽ ആ ജെല്ലി കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും പറയാം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ അമർത്തുക കേട്ടോ.